നമുക്കിന്ന് കൊല്ലങ്കോട് താമരപ്പാടത്തിന്റെ വരമ്പുകളിലൂടെ കുറച്ചുനേരം നടന്നാലോ? ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഒരു ലോങ് ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്തില്ല, ദൂരെ എവിടെയും പോയില്ല. പക്ഷെ കൊല്ലങ്കോട് താമരപ്പാടം അതൊരു അടിപൊളി സ്ഥലവും കിടിലം വൈബും ആയിരുന്നു. താമരപ്പാടം നമ്മളുള്ള സ്ഥലത്തിന്റെ പേരാണ് താമരപ്പാടം. കൊല്ലങ്കോടിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇതാദ്യമായിട്ടല്ലെന്നറിയാം. എന്നാലും ഇതിൽ എന്റെ കാഴ്ചയിലൂടെ കണ്ട പ്രത്യേകിച്ചും താമരപ്പാടത്തിന്റെ ഭംഗിയെ വർണ്ണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളൊന്ന് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ കൊല്ലങ്കോട് താമരപ്പാടത്താണ്. അപ്പോൾ നമുക്കിനി നേരെ താമരപ്പാടത്തിന്റെ അകത്തോട്ട് കയറാം. അങ്ങനെ ചുമ്മാ കയറി പോകാൻ പറ്റില്ല, ഒരാൾക്ക് 30 രൂപ. അതാണ് ഇവിടുത്തെ ടിക്കറ്റിന്റെ ചാർജ്. നമ്മൾ വന്നത് ഒരു പീക്ക് സീസൺ സമയം അല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തത്. ഇതിനു മുൻപ് പല റീൽസിലും വ്ളോഗ്സിലും ഒക്കെ ആയിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഓണത്തിന്റെ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇതിന്റെ വരമ്പിലൂടെ നട്ടു വളർത്തി വെച്ചിരിക്കുന്ന ചെണ്ടുമല്ലിയൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് പൂത്തു നിൽക്കുന്നത് ഓണത്തിന്റെ ഒരു സമയത്തായിരിക്കും. പിന്നെ താമരപ്പാടം എന്നുള്ള പേര് കേൾക്കുമ്പം എല്ലാവരും വിചാരിക്കും, എല്ലാവരും അല്ലെങ്കിലും ഞാൻ എങ്ങനെയാണ് വിചാരിച്ചത്, പാടത്തിന് നടുക്കൊരു കുളവും കുളത്തിൽ നിറയെ താമരയും. വന്നു നോക്കിയപ്പോൾ താമരയില്ല, കുളവുമില്ല. പക്ഷെ ഡിസപ്പോയിന്റ് ആയില്ല. പാടവും പാടത്തിന്റെ വരമ്പിലൂടെ 2 ഭാഗത്തും നട്ടുവച്ചിട്ടുള്ള ചെണ്ടുമല്ലിയും അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൂറിസം സ്പോട്ടല്ല, ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ അയാളെ വിളവെടുപ്പ് നടത്തുന്ന ഒരു പാടമാണ്. താൻ അഗ്രികൾച്ചർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലാൻഡിനെ ഈ ഒരു സെറ്റപ്പിലോട്ട് മാറ്റിയതിനു ശേഷം പീക്ക് സീസൺ ദിവസങ്ങളിൽ ഒരു ദിവസം ഇവിടെ ലക്ഷങ്ങളുടെ വരുമാനം വരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഹായ്, നല്ല രസമുണ്ടല്ലേ? പറഞ്ഞ ഫ്രെയിമിൽ മാറി ഞാൻ പറയുമ്പോൾ മാത്രമേ വരാൻ പോകണം. പറഞ്ഞ ഒന്നും അറിയാത്ത പോലെ തളപതിത്തെ രജനീകാന്തിനെ പോലെ വന്നിക്കുക. അപ്പം ഞാനും അഭിയും നാട്ടിൽ വന്നപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ ആദ്യം എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പോയത് ലുലു മാളിലോട്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ പെട്ടെന്നൊരു ഐഡിയ, ഒറ്റ മൈൻഡ്, നേരെ കൊല്ലങ്കോട് താമരപ്പാടം. വരമ്പിന്റെ ഓരത്ത് വളർന്നു നിൽക്കുന്ന ചെണ്ടുമല്ലി മാത്രമല്ല, വയലിന്റെ ഓരോ ഭാഗത്തായിട്ട് ആളുകൾക്ക് വന്ന് നിന്ന് ആസ്വദിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും ചെറുകുടിലുകളും ഏറുമാടങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും. പോരാത്തതിന് ഒറ്റ നടുക്കൊരു കൊമ്പനും. വരമ്പിലൂടെ നടന്നാസ്വദിച്ച പാടത്തിന്റെ ഭംഗിക്ക് ഏറുമാടത്തിന്റെ മേളിൽ കയറിയപ്പോൾ മാറ്റുകൂടി. നമ്മൾ ഈ നോക്കത്താ ദൂരത്ത് പാടം, വയൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതൊന്ന് നേരിട്ട് കണ്ടു. ഇതാണ് കൊല്ലങ്കോട് ഗ്രാമം. കൊല്ലങ്കോടിലെ താമരപ്പാടം. താമരയ്ക്ക് പകരം ചെണ്ടുമല്ലി ഇഷ്ടമുള്ള ക്യാമറമാൻ ചെണ്ടുമല്ലി സൂം ചെയ്തു. ചില സമയത്ത് വ്ളോഗിന് വേണ്ടി വീഡിയോ എടുക്കാൻ പോകുമ്പം ആ പോകുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസ് നടന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കും ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷേ കൊല്ലങ്കോട് താമരപ്പാടത്ത് എത്തിയപ്പോൾ അവിടെ ആളും അനക്കൊന്നും വേണമെന്ന് തോന്നിയില്ല. ആ ഒരു ശാന്തതയും സൗന്ദര്യവും അതേപടി കാണിക്കാൻ തോന്നി. നമ്മൾ പാലക്കാട്ടുകാർക്ക് കടലും കായലും ഒന്നും ഇല്ലാത്തതിന്റെ കുറവ് നികത്തിയത് മലമ്പുഴയായിരുന്നു. ഇപ്പൊ കൊല്ലങ്കോടും അതുപോലെയൊക്കെ തന്നെ. പണ്ട് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കേരളത്തിന്റെ തനതായ സൗന്ദര്യവും പഴമയൊക്കെ കാണണമെങ്കിൽ പാലക്കാട്ടേക്ക് പോകണമെന്ന്. ആ പഴമ നിലനിർത്തുന്ന പല സ്ഥലങ്ങളും പാലക്കാട് ഉണ്ടെങ്കിലും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് കൊല്ലങ്കോട് തന്നെയാണ്. മാഡം, കൊല്ലങ്കോടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് നീ വഴി തെറ്റിയത് കാര്യം നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഇതിനു മുമ്പ് കണ്ട വീഡിയോസിലൊക്കെ താമരപ്പാടത്തിന്റെ മുഖച്ചായക്ക് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇവിടെയുള്ള ചെണ്ടുമല്ലി ചെടികളുടെ മാറ്റം തന്നെയായിരിക്കും. ഓണത്തിന്റെ സമയത്ത് ഇവയൊക്കെ ഒന്നുകൂടെ വളർന്ന് പൂത്ത് നിൽക്കും. അന്ന് ഈ വരമ്പുകളിലോട്ട് ഒന്നുകൂടെ വരണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല, എന്തായാലും നോക്കാം. അന്ന് ഈ വയലും വരമ്പും ചെണ്ടുമല്ലിയൊക്കെ ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അല്ലാതെ മറ്റൊരു അനുഭവം തന്നെയായിരിക്കും തരുമെന്നുള്ളതിൽ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. എന്തായാലും കൊല്ലങ്കോട് ഒരുപാട് ഇഷ്ടമായി, താമരപ്പാടം അതിനേക്കാൾ ഇഷ്ടമായി. ഇനി നമുക്ക് നേരെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം.
മതിയല്ലോ. എല്ലാവർക്കും താമരപ്പാടൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അവരുടെ എത്തി നോക്കി കൂടെ. താമരപ്പാടത്ത് നിന്ന് സീതാർകുണ്ടിലോട്ട് പോകുമ്പോൾ ഒരു പോയിന്റിൽ ടാറിട്ട റോഡൊക്കെ അവസാനിച്ച് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് മണ്ണ് റോഡായി. അങ്ങനെ നമ്മൾ കുണ്ടിലും കുഴിയിലൊക്കെ പെട്ട് കുലുങ്ങി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി. സംഭവം ഈ സ്പോട്ടിലോട്ട് പോണ വഴിക്ക് അവിടെ 1-2 വീടുകളൊക്കെ ഉണ്ട്. വീട്ടുമുറ്റത്തൊക്കെ അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് വരുന്ന വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഒരു പേ ആൻഡ് പാർക്ക് പരിപാടി. വീട്ടുമുറ്റത്ത് പാർക്കിങ്ങും സൈഡിലായിട്ടൊരു ചെറിയ ചായക്കട പരിപാടി. സംഭവം ഉഷാറ്. ഇവർക്കും സീസൺ സമയത്തൊക്കെ നല്ല കച്ചവടം കിട്ടുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ പതുക്കെ സീതാർകുണ്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് 2 ഭാഗത്തും കാണുന്ന മാന്തോപ്പും വഴിയരിയിൽ കാണുന്ന ഈ ആട്ടിൻകുടിലെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സീതാർകുണ്ട് വാട്ടർഫോൾസ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സീതാർകുണ്ടിൽ അകത്ത് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. താമരപ്പാടം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. പക്ഷേ സീതാർകുണ്ട് വരുന്നത് ഫോറസ്റ്റിന്റെ അണ്ടറിലാണ്. സാറില്ല, ഞാൻ സ്പെല്ലിംഗ് വരെ പറഞ്ഞു കൊടുത്തായിരുന്നു. നമ്മൾ വലിയ കാര്യമായിട്ട് കാവടി തുള്ളിക്കൊണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ആ ഫോറസ്റ്റ് ഓഫീസർ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അകത്ത് കാര്യമായിട്ട് വെള്ളമോ വെള്ളച്ചാട്ടമോ ഒന്നുമില്ല. വെള്ളച്ചാട്ടം പോയിട്ട് വെള്ളം പോലും ഇല്ല. ഇത്ര ദൂരം വന്നതിന് കുറച്ച് വെള്ളം കണ്ടില്ലേ? അതാ വെള്ളം. അപ്പൊ ഇതാണ് അവസ്ഥ. ജനുവരിയിലൊക്കെ സീതാർകുണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കാണാൻ പറ്റൂട്ടോ. ഈ ഒരു സമയത്ത് ആരും ഇങ്ങോട്ട് വരാതിരിക്കുക. പറഞ്ഞോ. എന്തായാലും ഇത്രയും ദൂരം വലിഞ്ഞവർ വന്ന സ്ഥിതിക്ക് ഇനി കുറച്ചു നേരം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുമായിരുന്നു എല്ലാവരും. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ അത്യാവശ്യം കുറച്ച് വെള്ളം തടക്കിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ആളുകൾ പാറയുടെ മുകളിൽ ഇരുന്നിട്ട് കാല് വെള്ളത്തിലോട്ടിട്ടിട്ട് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പരിപാടി നോക്കാന്ന് പറഞ്ഞിട്ട് അഭിയും അനുമതി ആദ്യം എന്നാ പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഞാനും പുറകെ പോയി. സംഭവം മറ്റൊന്നുമല്ല, ആളുകൾ ഈ പൈസയൊക്കെ മുടക്കി ചെയ്യുന്ന ഫിഷ് സ്പായില്ലേ, അത് ആളുകൾ തോട്ടിൽ കാലിട്ട് വെച്ചിട്ട് ഫ്രീ ആയിട്ട് ചെയ്യും. മൊത്തം വരണ്ട് കിടക്കുകയായിരുന്നെങ്കിലും ഇത്രയും ദൂരം വലിഞ്ഞേറി വന്നതിന് ഈ മീനുകളുടെ വീഡിയോ ഒക്കെ നിർത്തപ്പോഴായിരുന്നു സീതാർകുണ്ടിലോട്ട് വന്ന വരവൊന്ന് മുതലായത്. പക്ഷെ അതിനുശേഷം ഒരു 3-4 ദിവസത്തിന് ഫോണിന് നല്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. ഒന്ന് ചെറുതായിട്ട് പേടിച്ചെങ്കിലും 4 ദിവസം കഴിഞ്ഞ് തനിയെ ശരിയായപ്പോഴായിരുന്നു ഒന്ന് സമാധാനമായത്. അപ്പോൾ വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ട് തോട്ടിലെ വെള്ളത്തിൽ ഫോൺ മുക്കി കഴിഞ്ഞാൽ വെള്ളം കയറിയിട്ട് ഫോണിനൊന്നും സംഭവിച്ചില്ലെങ്കിലും കരട് കയറാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ തോട്ടിലെ വെള്ളത്തിൽ ഫിഷ് പാ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കാലുമുക്കുന്ന ആളോട് പറയാനുള്ളത്, എക്സ്പീരിയൻസ് തരാനായിട്ട് മീൻ മാത്രമല്ല വരിക, ചിലപ്പോൾ ഈ തല പൊക്കി നിൽക്കുന്ന ആളും വരാൻ ചാൻസ് ഉണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. അവസാനം പിന്നെ മീൻ ഏതാ പാമ്പ് ഏതാന്ന് അറിയുന്നതിന് മുന്നേ പരിപാടി ഏകദേശം തീരുമാനമാകും. ബി വെരി വെരി കെയർഫുൾ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കൊല്ലങ്കോട് താമരപ്പാടം സീതാർകുണ്ട് കണ്ടിട്ട് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല. അപ്പോൾ ട്രിപ്പൊക്കെ പോകുന്നവർ വളരെ സേഫ് ആയിട്ട് പോയിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. കൂടാതെ ലൈക്കും കമന്റും ഷെയറും കൂടെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.